നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് തലപ്പാടിയിൽ കർണാടക RTC ബസ് റോഡിൽ നിന്നും തെന്നി കാത്തുനിൽക്കുന്നവരിലേക്കും ഓട്ടോയിലേക്കും ഇടിച്ചു കയറി 6 മരണം. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് അതിദാരുണമായ അപകടമുണ്ടായത്. കാസർഗോഡ് അമ്പലത്തറ പറക്കളായിൽ കൂട്ട ആത്മഹത്യ. ഒരു കുടുംബത്തിലെ 3 പേർ ജീവനൊടുക്കി. മറ്റൊരു മകൻ രാകേഷ് ഗുരുതരാവസ്ഥയിൽ. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ആട്ടഗദ്ദെ ഗോത്രകലാ സംഘം വരുന്നു. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലമായതോടെ കാസർഗോഡ് ജില്ലയിൽ പരിശോധന ശക്തമാക്കി പോലീസ്. മദ്യക്കടത്ത് തടയാൻ അതിർത്തി പ്രദേശങ്ങളിൽ വാഹന പരിശോധന നടത്തുമെന്ന് കാസർഗോഡ് അഡീഷണൽ SP. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ ഇടയിലക്കാട്ടിൽ പൂർത്തിയാക്കിയ ശലഭോദ്യാനം ബഡ് സ്കൂൾ സംബന്ധിച്ചുള്ള വിവാദം. UDFന്റെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണെന്ന് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ആരോപിച്ചു. മഞ്ചേശ്വരം ഉപ്പള ഗേറ്റ് ദേശീയപാതയിലുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. തലപ്പാടി സ്വദേശിയായ ഹമീദാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് തലപ്പാടിയിൽ അമിത വേഗതയിലെത്തിയ കർണാടക RTC ബസ് റോഡിൽ നിന്നും തെന്നി ബസ് കാത്തു നിൽക്കുന്നവരിലേക്കും ഓട്ടോയിലേക്കും ഇടിച്ചു കയറി 6 മരണം. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് അതിദാരുണമായ അപകടമുണ്ടായത്. കാസർഗോഡ് നിന്നും മംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന കർണാടക RTC ബസിന്റെ ബ്രേക്ക് നഷ്ടമായതാണ് അപകട കാരണമായത്. അപകടത്തിൽ 8 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഇതിലെ 6 പേർ മരണപ്പെടുകയുമായിരുന്നു. തലപ്പാടിയെ നടുക്കിയ ബസ് അപകടത്തിൽ 6 മരണം. അമിത വേഗതയിലെത്തിയ കർണാടക RTC ബസ് റോഡിൽ നിന്നും തെന്നി ബസ് കാത്തു നിൽക്കുന്നവരിലേക്കും ഓട്ടോയിലേക്കും ഇടിച്ചു കയറിയാണ് 6 പേർ അതിദാരുണമായി മരണപ്പെട്ടത്. കേരളത്തിൽ ഉൾപ്പെടുന്ന തലപ്പാടി ഭാഗത്തെ സ്വകാര്യ ബസ്സുകളുടെ സ്റ്റോപ്പിൽ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് നാടിനെ ഞെട്ടിച്ച അപകടമുണ്ടായത്. കാസർഗോഡ് നിന്നും മംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന കർണാടക RTC ബസിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് അപകടത്തിന് കാരണമായത്. മഴ കൂടി പെയ്തിരുന്ന സമയത്ത് ബസ് അമിത വേഗതയിലെത്തുകയും റോഡിൽ നിന്നും തെന്നി കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ബസ്സിനായി കാത്തിരിക്കുന്നവരിലേക്കും പിറകിലുണ്ടായിരുന്ന ഓട്ടോയിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ബസ്സിനിടയിൽപ്പെട്ട 2 പേർക്കും ഓട്ടോയിലുണ്ടായിരുന്ന 6 പേർക്കും ഗുരുതരമായി പരിക്കേറ്റു. ഈ 8 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഓട്ടോയിലുണ്ടായിരുന്ന 6 പേരും മരണപ്പെടുകയായിരുന്നു. ഓട്ടോയിലുണ്ടായിരുന്ന ഡ്രൈവറായ അജിനടുക്ക കോട്ടേക്കാർ മുള്ളുകുദ്ദയിലെ ഹൈദർ, അജിനടുക്ക കോട്ടേക്കാർ സ്വദേശികളായ ഖതീജ, നഫീസ, ആയിഷ, ഫിദ, 11കാരിയായ ഹസ്ന, പറങ്കിപ്പേട്ട സ്വദേശിനി ഔവമ്മ എന്നിവരാണ് മരണപ്പെട്ടവർ. അജിനടുക്ക കോട്ടേക്കാറിൽ നിന്നും മഞ്ചേശ്വരം തുമിനാട്ടിലേക്ക് വരവെയാണ് അപകടം ഇവരുടെ ജീവൻ കവർന്നത്. വലിയൊരു ആക്സിഡൻറ്റാണ് സംഭവിച്ചത്. പറയുമ്പോൾ കർണാടക KSRTC ആണ്. അത് വരിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് സർവീസ് റോഡിലാണ്. അത് കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ബസ്സാണ്. പക്ഷേ അത് വന്നതും പിന്നെ ഹൈവേ കൂടിയാണ്. 66 വന്നിട്ട് ഒരു ഓട്ടോയിലേക്ക് ഇടിച്ചിട്ട് അത് 2 റൗണ്ട് തിരിഞ്ഞിട്ടാണ് അവസാനം പിന്നൊരു ഓട്ടോയിലേക്ക് ഇടിക്കുകയും 6 പേരാണ് മരണപ്പെട്ടത്. അതിൽ 1 ഓട്ടോ ഡ്രൈവറും മറ്റു 5 പേരും ഒരു ഫാമിലിയാണ്. അവർ കാസർഗോഡ് സ്വദേശികളാണ്. അപകടം നടന്നയുടനെ സ്ഥലത്തുണ്ടായിരുന്നവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. പിന്നാലെ മഞ്ചേശ്വരം CI അനൂപിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തുകയും പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. കാസർഗോഡ് SP വിജയ് ഭരത് റെഡ്ഡി, ASP ദേവദാസ്, മറ്റു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി. മരിച്ചവരുടെ മൃതദേഹങ്ങൾ മംഗൽപാടി താലൂക്ക് ആശുപത്രിയിലും ദേർലക്കട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലുമാണുള്ളത്. ബസ്സിനടിയിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ കാസർഗോഡ് പെരുമ്പള സ്വദേശികളായ ലക്ഷ്മി, മകൻ സുരേന്ദ്ര എന്നീ 2 പേരും മംഗളൂരുവിലെ ആശുപത്രിയിൽ തന്നെയാണ് ചികിത്സയിൽ കഴിയുന്നത്. അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഞെട്ടിപ്പിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അപകടത്തിൽ മരിച്ചവരെയും ഗുരുതരമായി പരിക്കേറ്റവരെയും പെട്ടെന്ന് തിരിച്ചറിയാനായത് പോലീസ് വേഗത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ്. ബ്രേക്ക് നഷ്ടമായതാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനമെങ്കിലും മറ്റ് തകരാറുകളോ അല്ലെങ്കിൽ അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ബസിന്റെ ഡ്രൈവറും കണ്ടക്ടറും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. ഇവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അപകടം സംബന്ധിച്ച കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ.
അബ്ദുൽ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് അമ്പലത്തറ പറക്കളായിൽ കൂട്ട ആത്മഹത്യ. ഒരു കുടുംബത്തിലെ 3 പേർ ജീവനൊടുക്കി. ഒണ്ടാംപുളിക്കാലിലെ ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രഞ്ജേഷ് എന്നിവരാണ് മരിച്ചത്. മറ്റൊരു മകൻ രാകേഷ് ഗുരുതരാവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പറക്കളായിലാണ് നാടിന് നടുക്കിയ സംഭവം. ഒണ്ടാംപുളിക്കാലിലെ ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രഞ്ജേഷ് എന്നിവരാണ് ആസിഡ് കുടിച്ച് ജീവനൊടുക്കിയത്. ഇളയ മകൻ രാകേഷ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിലാണ്. ചെമൻകോട്ട് സ്റ്റേഷനറി കട നടത്തുകയായിരുന്ന ഗോപി കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. പുലർച്ചെ ആസിഡ് കുടിച്ച ഇവർ വിവരം നാട്ടുകാരെ അറിയിച്ചിരുന്നു. പിന്നീട് അവശനിലയിൽ കണ്ടെത്തിയ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഗോപി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. ഭാര്യ ഇന്ദിരയെയും മകൻ രഞ്ജേഷിനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണപ്പെട്ടത്. രഞ്ജേഷ് വിദേശത്ത് നിന്ന് ഏതാനും മാസങ്ങൾക്കു മുൻപ് നാട്ടിലെത്തി കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അമ്പലത്തറ പോലീസ് വിശദമായ പരിശോധന ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ആട്ടഗദ്ദെ ഗോത്രകലാ സംഘം വരുന്നു. മംഗലംകളി, കൊറകനൃത്തം, കുടിയനൃത്തം, എരുതുകളി എന്നീ തദ്ദേശീയ കലാരൂപങ്ങളെ കോർത്തിണക്കിയുള്ള ട്രൂപ്പ് എന്നെ നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ ജനതയുടെ ഉന്നമനത്തിനായി നിലവിൽ കുടുംബശ്രീ നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് MLA പറഞ്ഞു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ആട്ടഗദ്ദെ ഗോത്രകലാ ട്രൂപ്പ് രൂപവൽക്കരണം എന്നെ നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ ജനതയുടെ ഉന്നമനത്തിനായി നിലവിൽ കുടുംബശ്രീ നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മംഗലംകളി, കൊറകനൃത്തം, കുടിയനൃത്തം, എരുതുകളി എന്നീ തദ്ദേശീയ കലാരൂപങ്ങളെ കോർത്തിണക്കിയാണ് ട്രൂപ്പ് രൂപവൽക്കരിച്ചത്. ഡ്രോൺ പരിശീലനം, സർട്ടിഫിക്കറ്റ് വിതരണം, സ്നേഹിത ജെൻഡർ സെന്ററിൽ 1,00,000 പുസ്തകങ്ങളുടെ ലൈബ്രറി സ്ഥാപിക്കുന്നതിലേക്കുള്ള പുസ്തക സമാഹരണം, കൊറഗ പ്രൊജക്ട്, ലിറ്റിൽ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഒന്നാനാം കുന്നിന്മേൽ ഒരേടി മണ്ണിന്മേൽ പുസ്തക പ്രകാശനം എന്നിവയും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ KM കിഷോർ കുമാർ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ മിഷൻ കോർഡിനേറ്റർ K. രതീഷ് കുമാർ സ്വാഗതവും ആയിഷ ഇബ്രാഹിം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓണക്കാലമായതോടെ കാസർഗോഡ് ജില്ലയിൽ പരിശോധന ശക്തമാക്കി പോലീസ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മദ്യക്കടത്ത് തടയാൻ അതിർത്തി പ്രദേശങ്ങളിൽ കർശന വാഹന പരിശോധന നടത്തുമെന്ന് കാസർഗോഡ് അഡീഷണൽ SP ദേവദാസൻ KCN ന്യൂസിനോട് പറഞ്ഞു. ഓണം വരാനിരിക്കെ ജില്ലയിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിക്കുമെന്നും ഓണാഘോഷങ്ങൾ നടക്കുന്ന പ്രധാന കേന്ദ്രങ്ങൾ CCTV നിരീക്ഷണത്തിലായിരിക്കുമെന്നും ASP വിശദീകരിച്ചു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് 2 വർഷങ്ങളായിട്ട് തീരെ നമ്മൾ മറ്റു പ്രധാനപ്പെട്ട ലാൻഡ് ഓർഡർ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ വളരെ സമാധാനപരമായിട്ടാണ് നമ്മുടെ കാസർഗോഡ് ജനത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷവും ഈ ഓണസമയത്ത് ഈ സമാധാനവും അതുപോലെ ശാന്തിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ സമാധാനപരമായിട്ട് ഓണം ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യം എല്ലാവർക്കും നൽകുക എന്നുള്ളതാണ് കാസർഗോഡ് പോലീസിൻ്റെ പ്രധാന ഉദ്ദേശം. അതിനായിട്ട് വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ സ്റ്റേഷൻ ലെവലിലും ഓരോ സബ് ഡിവിഷൻ ലെവലിലും തന്നെ പ്രത്യേകം ശ്രദ്ധ കൊടുത്തുകൊണ്ട് പ്രധാനപ്പെട്ട ഈ ഉത്സവം ഓണാഘോഷത്തോടൊക്കെ അനുബന്ധിച്ചുള്ള ഉത്സവങ്ങളൊക്കെ നടത്തുന്ന ഏരിയ കവർ ചെയ്തുകൊണ്ട് പ്രധാന സ്ഥലത്തെല്ലാം CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളതായിട്ട് ഉറപ്പ് വരുത്തുന്നതിനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തി വരുന്നുണ്ട്. അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ അക്രമങ്ങൾ നടത്താൻ മറ്റു ശക്തികൾ ഈ ആക്രമണങ്ങൾ നടത്തിയതിന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്ന വിഭാഗക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രഹസ്യ അന്വേഷണവും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ മഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് തന്നെയായാലും ഒരു അക്രമവും ഇല്ലാതെ ഏറ്റവും നല്ല രൂപത്തിൽ കാസർഗോഡിലെ ജനത ഓണം ആഘോഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് കാസർഗോഡ് പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലയാണ്. അതുകൊണ്ട് തന്നെ അതിർത്തി മേഖലകളിൽ പ്രത്യേകമായ പരിശോധനകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിനായിട്ട് മറ്റ് KP ഫോർത്തിൽ നിന്ന്
കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ കാസർഗോഡിലേക്ക് ലഭിച്ചിട്ടുണ്ട്. അവരോട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിർത്തി മേഖലകളിൽ വിവിധ റോഡുകളിൽ കൂടെ, അതായത് മറ്റ് കർണാടകയിൽ നിന്നൊക്കെ വരുന്ന റോഡുകളൊക്കെ കേന്ദ്രീകരിച്ചിട്ട് ശക്തമായ വാഹന പരിശോധനയും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഓൾറെഡി നമുക്ക് വിവിധ പദ്ധതികളുണ്ട്. SPC, അതുപോലെ ജനമൈത്രി, SP, കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് തുടങ്ങിയ പദ്ധതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട്, പ്രത്യേകിച്ചും ജനമൈത്രിയുടെയൊക്കെ ഭാഗമായിട്ട് സ്കൂളുകൾക്ക് വിദ്യാലയങ്ങൾക്ക് പരിസരത്തുള്ള കടകളിലൊക്കെ നിരീക്ഷണം നടത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട മിക്കവാറും എല്ലാ സ്കൂളുകളുടെയും തൊട്ടടുത്തുള്ള കടകളിലൊക്കെ ലഹരി വിൽപ്പനയ്ക്കെതിരെയുള്ള പോസ്റ്ററുകൾ ഓൾറെഡി പതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് രഹസ്യ നിരീക്ഷണം നടത്തി ഇത്തരം വിദ്യാർത്ഥികൾക്ക് ലഹരി വസ്തുക്കളൊക്കെ കൊടുക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രാഫിക് പ്രത്യേകിച്ചും ഈ സീസണിൽ ട്രാഫിക് ബ്ലോക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളെല്ലാം നിയോഗിച്ചുകൊണ്ട് ട്രാഫിക് സ്മൂത്തായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതും കൂടെ ഒരു ഉദ്ദേശമാണ്. അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി സംഘടിപ്പിച്ച വിജയോത്സവം നാടിന്റെ ജനകീയോത്സവമായി മാറി. വായനയ്ക്ക് കരുത്തായി നടന്ന വിജയോത്സവം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ CJ സജിത്ത് ഉദ്ഘാടനം ചെയ്തു. മധ്യവേനലവധിക്കാലത്ത് ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ വായനാ പരിപാടിയായ വായനാ വെളിച്ചത്തിൽ 1400ഓളം പുസ്തകങ്ങൾ വായിച്ചും വായനാക്കുറിപ്പുകൾ എഴുതിയും മികച്ച ഗ്രന്ഥാലയങ്ങളിലൊന്നായി അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയെ തെരഞ്ഞെടുത്തിരുന്നു. ഇതിന്റെ ആഘോഷമായി സംഘടിപ്പിച്ച വിജയോത്സവം വലിയ ജനകീയ ഉത്സവമായി മാറി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ CJ സജിത്ത് വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. വെല്ലുവിളികളെ അതിജീവിക്കാനും പുതിയ കാലത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താനും ഒരു നാടിനെ സജ്ജമാക്കുക എന്ന ഒരു വലിയ കടമയാണ് നമ്മുടെ വായനശാലകൾക്ക്, ഗ്രന്ഥാലയങ്ങൾക്ക് ഏറ്റെടുക്കാനുള്ളത്. സാംസ്കാരിക രംഗത്തെ ഇടപെടൽ ഏറെ പ്രസക്തമാകുന്നൊരു കാലം കൂടിയാണ്. നമ്മൾ ഈ കാലത്തെ അടയാളപ്പെടുത്തുന്നത് പോസ്റ്റ് ട്രൂത്ത് ഏജ് എന്നാണ്, സത്യാനന്തര കാലം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ P. പ്രഭാകരൻ ഗ്രന്ഥശാലയ്ക്കും കുട്ടികൾക്കും ഉപഹാരങ്ങൾ നൽകി. ഗ്രന്ഥശാല വനിതാവേദി സ്വരൂപിച്ച 150ഓളം പുസ്തകങ്ങൾ ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P. വേണുഗോപാലൻ ഏറ്റുവാങ്ങി. ഗണിതത്തിന്റെ രസകരമായ അനുഭവങ്ങൾ നൽകുന്ന അബാക്കസിന്റെ ദേശീയ മത്സരത്തിൽ പങ്കെടുത്ത് 1, 2, 3 റാങ്ക് നേടിയ കുട്ടികൾക്കും കുട്ടികളെ പഠിപ്പിച്ച ദീപയ്ക്കും ഉപഹാരങ്ങൾ നൽകി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സുനിൽ പട്ടേന അനുമോദിച്ചു. സാഹിത്യ ക്വിസ് മത്സര വിജയികൾക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർ രവീന്ദ്രൻ മാണിയാട്ട് സമ്മാനങ്ങൾ നൽകി. പായസമധുരം നുകർന്ന് ഒരു ഗ്രാമം ഒന്നാകി കുട്ടികളുടെ ഈ വിജയത്തിൽ പങ്കാളികളായി PV ഉണ്ണിരാജൻ, V. ബാലചന്ദ്രൻ, PV ബാലൻ, നീതു OP, ദിലീപ് കുമാർ, രാജേഷ് PP എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. KPSTA പരിവർത്തന സന്ദേശയാത്ര സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം നടന്നു. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ വികലമായ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി സെപ്റ്റംബർ 15-ന് കാസർഗോഡ് നിന്നും KPSTA സംസ്ഥാന കമ്മിറ്റി ആരംഭിക്കുന്ന പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശ സംസ്ഥാന വാഹന പ്രചരണ ജാഥയുടെ സ്വാഗത സംഘം ഓഫീസ് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. KPSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം പ്രശാന്ത് കാനത്തൂർ, സംസ്ഥാന സമിതി അംഗം സ്വപ്ന ജോർജ്, DCC വൈസ് പ്രസിഡന്റ് സാജിദ് മൗവൽ, DCC ജനറൽ സെക്രട്ടറി MC പ്രഭാകരൻ, CV ജെയിംസ്, RV പ്രേമാനന്ദൻ, രജനി, K ജോസഫ്, A രാധാകൃഷ്ണൻ, വിനോദ് നന്ദകുമാർ, KM മാത്യു, A ജയദേവൻ, ഹരീഷ് പേറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ PT ബെന്നി സ്വാഗതവും ജനറൽ കൺവീനർ K ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കേരള അംഗീകൃത സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ KRSMA ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നെല്ലിക്കട്ട PBR ഹാളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. NA നെല്ലിക്കുന്ന് MLA വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. കേരള അംഗീകൃത സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും ഓരോ വിദ്യാലയങ്ങളിലെയും മികച്ച അധ്യാപകരെയും മറ്റ് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്നതിനായാണ് വിജയോത്സവം സംഘടിപ്പിച്ചത്. രാവിലെ മുതൽ തന്നെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ടീച്ചേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാമും നടന്നു. PBM സ്കൂൾ പ്രിൻസിപ്പൽ നിസാം ഭോവിക്കാനം ഫാക്കൽറ്റി ഇൻട്രൊഡക്ഷൻ പ്രസംഗം നടത്തി. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡിലെ പ്രൊഫസർ NM മുഹമ്മദ് ഉണ്ണി ഏലിയാസ് മുസ്തഫ ക്ലാസ് എടുത്തു. ഇതിനുശേഷം നടന്ന പ്രൗഢമായ ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLA വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. അപൂർവ കുട്ടികളെ
ഒരു 100-150 കുട്ടികൾ ഒരു കുട്ടി മാത്രമായി ചിലപ്പോൾ പറയുക എനിക്കൊരു അധ്യാപകനാകണം അല്ലെങ്കിൽ ഒരു അധ്യാപിക ആകണം. ചില ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഒരു കുട്ടി പോലും പറയുന്നത് എനിക്ക് അധ്യാപകനാകണം അല്ലെങ്കിൽ അധ്യാപിക ആകണം. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ മറ്റൊന്നും ആഗ്രഹിക്കാതെ മറ്റൊരു ജോലിയിലേക്ക് പുറകെ പോകാതെ നിങ്ങൾ ഈ അധ്യാപിക വൃത്തിയെ തിരഞ്ഞെടുത്തത് തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. അതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. KRSMA ജില്ലാ പ്രസിഡന്റ് MA മക്കാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് രാഘവ ചേരാൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം PB ഷെഫീഖ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം M ശൈലജ, PBM സ്കൂൾ PTA പ്രസിഡന്റ് ഇബ്രാഹിം നെല്ലിക്കട്ട, KRSMA ജില്ലാ ട്രഷറർ CA ദേവസ്യ, K മൊയ്തീൻ കുഞ്ഞി, നസീം മണിമുണ്ട, UM റിയാസ്, നിസാം ബൗവിക്കാനം എന്നിവർ സംസാരിച്ചു. NA ബാലചന്ദ്രൻ സ്വാഗതവും സെക്രട്ടറി മൊയ്തീൻ കുഞ്ഞി കാമിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ ഇടയിലക്കാട്ടിൽ പൂർത്തിയാക്കിയ ശലഭോദ്യാനം ബഡ് സ്കൂൾ സംബന്ധിച്ചുള്ള വിവാദം UDFന്റെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണെന്ന് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ആരോപിച്ചു. ബഡ് സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതല്ലാതെ വേണ്ട സൗകര്യങ്ങൾ നിലവിലെ ഭരണസമിതിയാണ് ഒരുക്കിയതെന്നും പ്രസിഡന്റും ഭരണസമിതിയിലെ CPM അംഗങ്ങളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വത്തിൽ 2023 മുതൽ 2 വർഷങ്ങളിലായി 6 ലക്ഷത്തോളം രൂപ ഉപയോഗിച്ചാണ് ഇപ്പോഴുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നടപ്പു വർഷത്തിൽ 12 ലക്ഷത്തോളം രൂപയും സ്കൂളിനായി അനുവദിച്ചിട്ടുണ്ട്. സ്കൂൾ നടത്തിപ്പിനായി വാഹനവും ജീവനക്കാരുടെ വേതനവും ഉൾപ്പെടെ 2026 മാർച്ച് വരെയുള്ള ഫണ്ട് അനുവദിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. സർക്കാരിന്റെ നിലവിലെ ഉത്തരവ് പ്രകാരം 50%-ലധികം ഡിസേബിലിറ്റിയുള്ളവരെ ആയി നിയമിക്കാൻ കഴിയില്ലെന്ന് വന്ന സാഹചര്യം റാങ്ക് ലിസ്റ്റിലുള്ള ഭിന്നശേഷിക്കാരിയെ അറിയിച്ചിട്ടുണ്ട്. UDF സഹായത്തോടെ അവർ ഹൈക്കോടതിയെ സമീപിക്കുകയും നിയമനത്തിൽ സ്റ്റേ വാങ്ങുകയും ചെയ്യുകയായിരുന്നു. ബഡ് സ്കൂൾ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിപാലിക്കാൻ സ്വയം സന്നദ്ധമായി ഒരാൾ എത്തിയതോടെ ഹൈക്കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ അവരുടെ സഹായത്തോടെ നടത്താൻ ഭരണസമിതി തീരുമാനിച്ചതായും പ്രസിഡന്റ് VV സജീവൻ പറഞ്ഞു. ഓഗസ്റ്റ് 29 രാവിലെ 10 ബഡ് സ്കൂൾ പ്രവർത്തനം ആരംഭിക്കും. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടിനിടയിൽ നിരവധി നേട്ടങ്ങൾ വലിയപറമ്പ് പഞ്ചായത്തിനെ തേടിയെത്തിയത് 2020-25 വർഷ ഭരണ കാലയളവിലാണെന്നും ഭരണസമിതി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 4.5 വർഷത്തിനിടയിലൊന്നും കാര്യമായ പ്രതിഷേധങ്ങൾ പോലും സംഘടിപ്പിക്കാത്ത വലിയപറമ്പ് പഞ്ചായത്ത് UDF നേതൃത്വം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കുപ്രചരണങ്ങളുമായി ഇറങ്ങിയിട്ടുള്ളതെന്ന് LDF ജനപ്രതിനിധികൾ ആരോപിച്ചു. കുട്ടികളെ കൊണ്ടുപോകാനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കിത് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടാണെങ്കിൽ അവർ ചിലപ്പം സന്നദ്ധയാവുന്ന രീതിയിലേക്ക് പറയുമ്പോൾ നമുക്ക് ഒറ്റ ഒരു ആയ മാത്രമാണുള്ളത്, നമുക്ക് രണ്ടാളില്ല. അതുകൊണ്ട് തന്നെ ഈ ആയയിൽ നിക്ഷിപ്തമാണ് ഞാൻ ഈ പറഞ്ഞ ഡ്യൂട്ടിയൊക്കെ. അങ്ങനെയാണ് അവർ സ്വയമേവ നമ്മുടെ പഞ്ചായത്തിൽ എഴുതി തരുന്നത്. അതായത് എനിക്ക് ഈ ഒരു ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് റീഹാനത്ത് എഴുതി തന്ന കാര്യമാണ്, പഞ്ചായത്തിന് എഴുതി തന്നതാണ് ഇത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും 3ാമത്തെ ആളെ നമ്മൾ വിളിക്കണം. 3ാമത്തെ ആളെ പിറ്റേന്ന് അതുമായി ബന്ധപ്പെട്ടിട്ട് പോകുന്ന സാഹചര്യത്തിലാണ് നിലവിലുണ്ടായ പുകില് തുടങ്ങിയത്. വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ, വൈസ് പ്രസിഡന്റ് P ശ്യാമള, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഖാദർ പാണ്ഡ്യാല, K മനോഹരൻ, EK മല്ലിക എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നന്ദിലത്ത് G-Mart അത്തംപത്തോണം ലാക്പതി ഓഫറിന്റെ 2ാമത്തെ വിജയിയെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. കൊടകര സ്വദേശിനി അഷ്ന KV ആണ് വിജയി. നന്ദിലത്ത് G-Mart അത്തംപത്തോണം ലാക്പതി ഓഫറിൽ ദിവസേന നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ഭാഗ്യശാലിക്കും 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുകയായി ലഭിക്കുക. നമസ്കാരം. ഗോപു നന്ദില G-Mart അത്തംപത്തോണം ഡെയിലി 1 lakh rupees ലാക്പതി ഓഫറിന്റെ 2ാം വിജയെ തെരഞ്ഞെടുക്കാൻ പോവാണ്. അതിനായി നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു കസ്റ്റമറെ സെലക്ട് ചെയ്യാണ്. സർ, പേരെന്താണ്? അഷ്ന KV, കൊടകര G-Mart മനോരമ സ്റ്റോറിലാണ്. കൂപ്പൺ നമ്പർ 114516. കൺഗ്രാറ്റുലേഷൻസ്.
മഞ്ചേശ്വരം ഉപ്പള ഗേറ്റ് ദേശീയപാതയിലുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. ഒപ്പമുണ്ടായിരുന്നയാളെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലപ്പാടി സ്വദേശിയായ ഹമീദാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 7:30 ഉപ്പള ഗേറ്റ് ദേശീയപാതയിലുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. ഒപ്പമുണ്ടായിരുന്നയാളെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലപ്പാടി സ്വദേശിയായ ഹമീദാണ് അപകടത്തിൽ മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഇജാസിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലപ്പാടിയിൽ നിന്ന് ഉപ്പളയിലേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറിൽ അതേ ദിശയിൽ നിന്ന് അമിത വേഗതയിൽ വന്ന ബൊലേറോ ജീപ്പ് ഇടിച്ചാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി 3 ദിവസം നീളുന്ന അവധിക്കാല ക്യാമ്പിന് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. വിദ്യാർത്ഥികളിൽ നിയമബോധവും പൗരബോധവും ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്ന ക്യാമ്പ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഉദ്ഘാടനം ചെയ്തു. ഓണപ്പൊലിമ എന്ന പേരിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിന് തുടക്കം കുറിച്ച് ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് പതാക ഉയർത്തി. ആദ്യ ദിനം സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് തൃക്കരിപ്പൂർ അഗ്നിരക്ഷാസേനയിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി രാകേഷ് ക്ലാസ് എടുത്തു. വിവിധ കളികളിലൂടെ JCI ദേശീയ പരിശീലകൻ യതീഷ് ബള്ളാൾ കുട്ടി പോലീസുകാർക്ക് ക്ലാസ് എടുത്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ SPC ക്യാമ്പ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിലെ മറ്റു ഭിന്നതകൾ, സാമൂഹികപരമായ, ജാതിപരമായ, രാഷ്ട്രീയപരമായ ഭിന്നതകൾ കൂടി നടക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അത്തരമൊരു കാലഘട്ടത്തിൽ പുതിയ തലമുറയെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ജനാധിപത്യ മൂല്യമുള്ള, രാഷ്ട്രീയ ബോധമുള്ള ഒരു തലമുറയായി വാർത്തെടുക്കുക എന്നത് നമ്മുടെയൊക്കെ ഒരു കർത്തവ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം SPC യൂണിറ്റുകൾ സംസ്ഥാന തലത്തിൽ വിദ്യാലയങ്ങളിൽ നടത്തി വരുന്നത്. PTA പ്രസിഡന്റ് AG നൂറുൽ അമീൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു, KV രാജേഷ്, P സുഗുണൻ, G റോസ്ബീന, O ശ്രീഷ്മ മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പ്രവർത്തനങ്ങളിലും പരിശീലനത്തിലും നേതൃത്വം വഹിച്ചിരുന്ന K കൃപേഷ്, K ഷൈനി, SPC സംസ്ഥാന ക്യാമ്പ് പ്രതിനിധിയായ AK തീർത്ത എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. വെള്ളിയാഴ്ച രാവിലെ വിവിധ ഓണാഘോഷ പരിപാടികൾ സ്കൂളിൽ നടക്കും. ഉച്ചയ്ക്ക് ഈയക്കാട് സായി പ്രേമകുടീരത്തിലെ അമ്മമാർക്ക് ഓണക്കോടികൾ വിതരണം ചെയ്യും. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് നടക്കുന്ന സമാപന ചടങ്ങിൽ SPC സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ നിർമ്മൽ കാടകം പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കൺസ്യൂമർ ഫെഡ് സഹകരണത്തോടെ തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്ക് ഓണച്ചന്ത തുറന്നു. അരിയും വെളിച്ചെണ്ണയും ഉൾപ്പെടെ 11 സബ്സിഡി സാധനങ്ങളും 11 മറ്റിനങ്ങളുമുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ കിറ്റുകളാണ് ഓണച്ചന്തയിൽ പ്രധാനമായും വിൽപ്പനയിലുള്ളത്. 750 റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകാനുള്ള ടിക്കറ്റുകളാണ് ഓണച്ചന്തയിൽ ആദ്യഘട്ടത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഒരു റേഷൻ കാർഡിൽ 33 രൂപ നിരക്കിൽ 8 കിലോ അരിയും വെളിച്ചെണ്ണ ലിറ്ററിന് 339 രൂപ നിരക്കിലും ലഭിക്കും. തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്കിന്റെ പുതിയ കെട്ടിടത്തിൽ ഓണച്ചന്ത തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാലങ്ങളിലും ഓണത്തോടനുബന്ധിച്ച് കൺസ്യൂമർ ഫെഡിൻ്റെയും അതുപോലെ ബാങ്കിൻ്റെയും സഹകരണത്തോടുകൂടി വിപുലമായ രീതിയിൽ ഓണച്ചന്ത നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണ കൺസ്യൂമർ ഫെഡിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ വളരെ വിപുലമായ രീതിയിൽ ഇവിടെ ഓണച്ചന്ത ഏർപ്പെടുത്തിയിരിക്കും. ഇതിനകം തന്നെ അതിൻ്റെ പ്രൈസുകളൊക്കെ വ്യാപകമായ രീതിയിൽ പുതിയ റേറ്റും കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും വാട്സപ്പിൽ ഒതുങ്ങിയിരിക്കാൻ തീർച്ചയായും ബാങ്ക് നടത്തുന്ന ഒരു കൺസ്യൂമർ ഫെഡ് ഒരു ഓണച്ചന്ത ആയതുകൊണ്ട് തന്നെ അത് നിലവാരമുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ എല്ലാ ആളുകൾക്കും സാധനം എത്തിക്കാൻ പറ്റുന്ന വിപുലമായ ഒരു ആസൂത്രണം ചെയ്തുകൊണ്ട് തീർച്ചയായും പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഡിസ്കൗണ്ട് റേറ്റുള്ള സാധനങ്ങൾ ഓണത്തിൽ ലഭിക്കുന്നത് വളരെ ഗുണകരമാണ്. ബാങ്ക് പ്രസിഡന്റ് VV വിജയൻ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ C സേതുമാധവൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് LK യൂസഫ്, ഡയറക്ടർമാരായ P സുബ്രഹ്മണ്യൻ, VK ബീന, ചീഫ് അക്കൗണ്ടന്റ് K രാജീവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ബഡാജി ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിനെ അപ്പർ പ്രൈമറി സ്കൂളായി ഉയർത്തണമെന്ന ആവശ്യമുയർന്നു. പരിമിതമായ സൗകര്യങ്ങളോടെ ആരംഭിച്ച ഈ സ്കൂൾ നിരവധി പേർക്കാണ് വിദ്യാ വെളിച്ചം പകർന്നത്. സാധാരണക്കാരുടെ സ്വന്തം വിദ്യാകേന്ദ്രമായ ബഡാജി LP സ്കൂളിനെ ആധുനിക സൗകര്യത്തോടെ UP സ്കൂളായി ഉയർത്തിയാൽ ഒരു നാടിന്റെ ദീർഘനാളായുള്ള സ്വപ്നമായിരിക്കും സാക്ഷാത്കരിക്കപ്പെടുക.
ബഡാജെ ഗ്രാമത്തിൻ്റെ വിദ്യാഭ്യാസ വഴിയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ബഡാജെ ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂൾ 1924 സ്ഥാപിതമായത്. ഒരു ചെറിയ ഓലപ്പുരയിൽ മണ്ണിൻ്റെ മണമുള്ള തറയിലായിരുന്നു സ്കൂളിൻ്റെ പിറവി. സൗകര്യങ്ങൾ കുറവായിരുന്നുവെങ്കിലും പഠിക്കുവാനുള്ള ആവേശവും അതിലേറെ അധ്യാപകരുടെ സമർപ്പണവും അതിരുകളില്ലാത്തതായിരുന്നു. ഈ മണ്ണിൽ നിന്നും ഉയർന്നു വന്നത് വെറുമൊരു വിദ്യാലയമായിരുന്നില്ല, മറിച്ച് ഒരു ഗ്രാമത്തിൻ്റെ ഒരുമയുടെയും കൂട്ടായ്മയുടെയും പ്രതീകമായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളോ വൈദ്യുതി വെളിച്ചമോ വാർത്താവിനിമയ ഉപാധികളോ ഉണ്ടായിരുന്നില്ല. മണ്ണെണ്ണ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ വളരെ സാധാരണമായ സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ചത് ഈ വിദ്യാലയമായിരുന്നു. 100 വർഷം പിന്നിട്ടിട്ടും ഈ സ്കൂൾ ഇന്നും LP സ്കൂളായി തന്നെയാണ് നിൽക്കുന്നത്. സമീപത്ത് മറ്റ് സ്കൂളുകളൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഈ സ്കൂളിനെ UP സ്കൂളായി ഉയർത്തണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അടുത്ത അധ്യയന വർഷമെങ്കിലും UP ക്ലാസ് തുടങ്ങുവാൻ സർക്കാർ അനുമതി നൽകണമെന്നാണ് സ്കൂൾ PTA പ്രസിഡന്റ് യാക്കൂബ് കോടി മച്ചമ്പാടിയുടെ ആവശ്യം. 100 വർഷം സ്കൂളിലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. 4ാം ക്ലാസ് വരെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 4ാം ക്ലാസ് വരെ ഇവിടെ എല്ലാ കുട്ടികൾ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികളാണെല്ലാം ഈ നാട്ടുകാർ. പക്ഷെ 5ാം ക്ലാസ് പോകാൻ ദൂരമാണ്, വണ്ടി സൗകര്യമില്ല ഇവിടെ സ്കൂളിൽ. അതുകൊണ്ട് അടുത്ത 100 വർഷം കഴിഞ്ഞിട്ട് അടുത്ത കാലയളവിലെങ്കിലും ഇവിടെ ഒരു 5ാം ക്ലാസ് അപ്ലോഡ് ചെയ്യണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിക്കും അതേപോലെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഈ നാട്ടുകാർക്ക് ഇവിടെ പറയാനുള്ളത്. ഈ വിദ്യാലയത്തിൻ്റെ ചരിത്രത്തിലും ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. 2015 മുതൽ 2020 വരെയുള്ള വർഷങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞത് സ്കൂളിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരുന്നു. രക്ഷിതാക്കളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടായി നിന്ന് വീടുകൾ കയറിയിറങ്ങി ഓരോ കുട്ടിയെയും തിരികെ സ്കൂളിലെത്തിച്ചാണ് ആ പ്രതിസന്ധി മറികടന്നത്. സ്കൂളിനെ അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യത്തിലും അതേ ആവേശത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ് തങ്ങളെന്ന് നാട്ടുകാരനായ റഹീം പുച്ചത്തുബയൽ പറഞ്ഞു. 24 സ്ഥാപിതമായ LP സ്കൂൾ ബഡാജ. നിലവിൽ 4ാം ക്ലാസ് വരെ പഠനം ഇവിടെയുള്ളത്. 4ാം ക്ലാസ് കഴിഞ്ഞാൽ ഈ നാട്ടിലെ കുട്ടികൾക്ക് UP സ്കൂളിൽ എത്തണമെങ്കിൽ ഒരുപാട് കഷ്ടങ്ങൾ ഉണ്ട്. കാരണം ഇവിടെ പൊതുഗതാഗതമില്ല. കിലോമീറ്ററുകളോളം നടന്ന് പോകേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ നാട്ടുകാർക്ക് ആവശ്യപ്പെടാനുള്ളത് അടുത്ത വർഷമെങ്കിലും 5ാം ക്ലാസ് വരെ ഇവിടെ ആരംഭിക്കണം എന്നുള്ളതാണ്. തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന ഈ സ്കൂൾ UP സ്കൂളായി ഉയർത്തണമെന്നത് നാട്ടുകാർ അത്രയേറെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അധ്യാപനത്തിൻ്റെയും പഠനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥ പറയുന്ന ബഡാജെ LP സ്കൂളിനെ UP സ്കൂളായി ഉയർത്തുവാൻ എത്രയും പെട്ടെന്ന് അധികാരികൾ ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണവിപണിക്ക് തുടക്കമായി. റെബ്കോ ഫർണിച്ചറുകളുടെ വായ്പമേളയുടെയും റിസ്ക് ഫണ്ട് വിതരണത്തിന്റെയും ഉദ്ഘാടനം നടന്നു. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഓണം വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് എത്തിക്കുന്നതിനും സംസ്ഥാന സർക്കാരും കൺസ്യൂമർ ഫെഡുമായി ചേർന്ന് കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് നടത്തുന്ന ഓണം വിപണനമേളയുടെയും റെബ്കോ ഫർണിച്ചറുകളുടെ വായ്പാമേളയുടെയും റിസ്ക് ഫണ്ട് വിതരണത്തിന്റെയും ഉദ്ഘാടനം നടന്നു. നിത്യോപയോഗ സാധനങ്ങൾ 13 ഇനങ്ങൾ സബ്സിഡി നിരക്കിലും കൂടാതെ മറ്റ് 22 ഇനങ്ങൾ വിപണി വിലയേക്കാൾ പരമാവധി വില കുറച്ചുമാണ് ഓണവിപണിയിൽ വിൽപ്പന നടത്തുന്നത്. ബാങ്ക് പരിധിയിലെ 2700ഓളം കുടുംബങ്ങൾക്ക് ഓണച്ചന്തയിലൂടെ സാധനങ്ങൾ ലഭ്യമാക്കും. ബാങ്ക് പ്രസിഡന്റ് M. രാഘവൻ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ A. ഹമീദ് ഹാജി വായ്പാമേള ആദ്യ കാർഡ് ഏറ്റുവാങ്ങി. റിസ്ക് ഫണ്ട് വിതരണം ഹോസ്തുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ P. ലോഹിതാക്ഷൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് V. ഗിനീഷ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ഭരണസമിതി അംഗം K. കൊട്ടൻകുഞ്ഞി, കേരള കോഓപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി KV വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി VV ലേഖ സ്വാഗതവും ബാങ്ക് മാനേജർ MA ഷനൂജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. MCRC പനത്തടിയുടെ ഓണാഘോഷ പരിപാടി ഓണം മൂഡ് 2K25 എന്ന പേരിൽ സംഘടിപ്പിച്ചു. പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. MCRC പനത്തടിയുടെ ഓണക്കളി ആഘോഷങ്ങൾക്ക് നിറവും നിറച്ചിലുമായി ഓണം മൂഡ് 2K25 സംഘടിപ്പിച്ചു. കലാപരിപാടികൾ, ഓണക്കളികൾ, ഗാനനൃത്തങ്ങൾ, കൂട്ടായ്മകൾ എല്ലാം ചേർന്ന പരിപാടി ഗ്രാമീണ സമൂഹത്തിന് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായി മാറി.
പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ രാധാകൃഷ്ണ ഗൌഡ അധ്യക്ഷത വഹിച്ചു. MCRC പ്രിൻസിപ്പൽ അജേഷ് കുമാർ VV സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത അരവിന്ദൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുപ്രിയ ശിവദാസ്, വാർഡ് മെമ്പർമാരായ രാധ സുകുമാരൻ, മഞ്ജുഷ, പ്രീതി, ബിജു CR, സജിനി മോൾ, വിൻസെന്റ്, KK വേണുഗോപാൽ, ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. MCRC മാനേജ്മെന്റ് കമ്മിറ്റി അംഗം രഘുനാഥ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് MV കൃഷ്ണൻ, MC മാധവൻ, വേണു, അഖിൽ, സുധീർ ശർമ്മ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പനത്തടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് തലപ്പാടിയിൽ കർണാടക RTC ബസ് റോഡിൽ നിന്നും തെന്നി കാത്തു നിൽക്കുന്നവരിലേക്കും ഓട്ടോയിലേക്കും ഇടിച്ചു കയറി 6 മരണം. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് അതിദാരുണമായ അപകടമുണ്ടായത്. കാസർഗോഡ് അമ്പലത്തറ പറക്കളായിൽ കൂട്ട ആത്മഹത്യ. ഒരു കുടുംബത്തിലെ 3 പേർ ജീവനൊടുക്കി. മറ്റൊരു മകൻ രാകേഷ് ഗുരുതരാവസ്ഥയിൽ. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ആട്ടഗദ്ദെ ഗോത്രകലാ സംഘം വരുന്നു. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലമായതോടെ കാസർഗോഡ് ജില്ലയിൽ പരിശോധന ശക്തമാക്കി പോലീസ്. മദ്യക്കടത്ത് തടയാൻ അതിർത്തി പ്രദേശങ്ങളിൽ വാഹന പരിശോധന നടത്തുമെന്ന് കാസർഗോഡ് അഡീഷണൽ SP. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ ഇടയിലക്കാട്ടിൽ പൂർത്തിയാക്കിയ ശലഭോദ്യാനം ബഡ് സ്കൂൾ സംബന്ധിച്ചുള്ള വിവാദം. UDFന്റെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണെന്ന് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ആരോപിച്ചു. മഞ്ചേശ്വരം ഉപ്പള ഗേറ്റ് ദേശീയപാതയിലുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. തലപ്പാടി സ്വദേശിയായ ഹമീദാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.